ഗംഗേട്ടനും ശിവേട്ടനും മനുവും കൂടി ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തി. ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അവരകത്ത് കയറി വന്നിട്ട് ബാലചന്ദ്രനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. മനുവിനെയും കൂടി വിളിച്ചപ്പോൾ മനു പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ ഒറ്റയ്ക്കെല്ലാം വാങ്ങിച്ചോ. അപ്പോൾ ഗംഗേട്ടൻ പറയുകയാണ്, നീ കൂടെ വന്നിരുന്നെങ്കിൽ കേൾക്കുന്നതിൻ്റെ ഷെയർ പങ്കിടാൻ ഒരാളും കൂടി ആയേനെയായിരുന്നു. എന്നിട്ട് പിന്നെ ശിവേട്ടനും ഗംഗേട്ടനും കൂടി മുകളിലേക്ക് കയറിപ്പോയി. അലീന ഇവർക്ക് ചായ എടുക്കാൻ പോയി. കൃഷ്ണമോൾ വിഷമത്തോട് ചോദിക്കുകയാണ്, അലീന ചേച്ചി ഇവിടുന്ന് പോകുമെന്നുള്ളത് ഉറപ്പാണോ മനുവേട്ടൻ? നീ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് മനു സമാധാനിപ്പിക്കുന്നു. അലീന ചായയുമായി വന്നു. കൃഷ്ണമോള് മുകളിൽ ചായ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി. അലീനയും മനുവും കൂടി സംസാരിക്കുകയാണ്. അലീന പറയുകയാണ്, മനുവേട്ടൻ പണ്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു. ഇനി നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ഇതാ ഇയാൾ സംരക്ഷിച്ചു കൊള്ളൂ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് മനു പറഞ്ഞു. ഇപ്പോൾ നീ ഇവിടുന്ന് പോകേണ്ട എന്ന് ആഗ്രഹിക്കുന്നത് എത്ര പേരാണ്? ഈ വീട്ടിലുള്ള എല്ലാവരും, വൈജയ ആൻറ്റി ഒഴിച്ച്. എൻ്റെ വീട്ടിലും എല്ലാവരും, എൻ്റെ അമ്മ ഒഴിച്ച്. നീ ഇവിടുന്ന് പോകുമ്പോൾ എന്നെ ആരോ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് തമ്മിൽ കാണാൻ പോലും പറ്റിയൊന്നും വരില്ല. അതെന്താ മനുവേട്ടൻ അങ്ങനെ പറയുന്നത്? മനുവേട്ടൻ അങ്ങോട്ട് വരാമല്ലോ, ഞാനും ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം, എനിക്കും എല്ലാവരെയും കാണണ്ടേ? അപ്പോൾ മനു പറയുകയാണ്, ഓ എല്ലാവരെയും കാണണ്ടേ എന്ന്? അപ്പോൾ എല്ലാവരിലും ഒരാൾ മാത്രമാണല്ലേ ഞാൻ, അല്ലാതെ എന്നെ മാത്രം കാണാനില്ല. എന്താ മനുവേട്ടൻ ഇങ്ങനെ പറയുന്നത്? മനുവേട്ടന് എൻ്റെ മനസ്സിലൊരു വലിയ സ്ഥാനമുണ്ട്. ബാലചന്ദ്രനോട് ഗംഗേട്ടനും ശിവേട്ടനും അലീനയുടെ കാര്യം പറയുകയാണ്. അലീനയെ സ്റ്റാൻലിക്ക് വിട്ടുകൊടുക്കാതെ നമുക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് കൊടുത്ത് അവിടെ താമസിപ്പിക്കാം. അവളുടെ പേരിൽ 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റും ചെയ്ത് കൊടുക്കാം. അതുപോലെ നല്ലൊരു വിവാഹം വരുമ്പോൾ നമുക്കത് നടത്തി കൊടുക്കാം. ഇത്രയും ചെയ്താൽ പോരെ, സ്റ്റാൻലിക്ക് വിട്ടുകൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അതൊന്നും ശാശ്വതമായൊരു പരിഹാരമല്ല. അലീനയോട് ഇപ്പോൾ ഇത് പറഞ്ഞാൽ മതി, ഉടനെ അവൾ ആ പൈസ പാവപ്പെട്ടവർക്ക് വിധിച്ചു കൊടുക്കും. ആ ഫ്ലാറ്റ് വിട്ടിട്ട് അവൾ ഒരു അനാഥാലയം പണി. സ്റ്റാൻലി അലീനയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും ബാലചന്ദ്രൻ എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ പറയുകയാണ്, എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, ഞാൻ പറയട്ടെ. ഞാനൊരു കുടുംബയോഗം വിളിച്ചു കൂട്ടും, എന്നിട്ട് അലീന ആരാണെന്നുള്ള സത്യം എല്ലാവരോടും പറയും, പിന്നെ വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞു. അലീനയും മനുവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗംഗേട്ടനും ശിവേട്ടനും കൂടി തിരിച്ചിറങ്ങി വന്നു. എന്തായെന്ന് മനു ചോദിച്ചപ്പോൾ പറയുകയാണ്, ഒന്നും നടന്നില്ല. ബാലചന്ദ്രൻ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അലീനയെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെ ഏൽപ്പിക്കുമെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അലീനയോട് യാത്ര പറഞ്ഞ് അവരെല്ലാവരും പോയി. ഗംഗേട്ടൻ അലീനയുടെ തോളിൽ കൈവച്ചിട്ട് പോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. സ്റ്റാൻലി ജോസഫിനെ കാണിക്കുന്നുണ്ട്. സ്റ്റാൻലി പഴയ ആൽബമൊക്കെ തപ്പിയെടുത്ത് നോക്കുകയാണ്. വൈജയുടെയും സ്റ്റാൻലിയുടെയും ഫോട്ടോകൾ അതിലുണ്ടായിരുന്നു. ആ ഫോട്ടോകൾ പതുക്കെ തടവിക്കൊണ്ട് വൈജയന്തി എന്ന് പറയുകയാണ്. അതിനുശേഷം അപ്പച്ചനെ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പോൾ എവിടെയുണ്ട്, ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ ഇപ്പോൾ വരാം, 1 മണിക്കൂറിൻ്റെ യാത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ തന്നെ കാർ ഓടിച്ച് വരാമെന്ന് അപ്പച്ചൻ പറയുന്നു. അലീനയുടെ കാര്യം അപ്പച്ചനുമായി സംസാരിക്കാനാണെന്ന് തോന്നുന്നു സ്റ്റാൻലി അപ്പച്ചനെ വിളിച്ചു വരുത്തുന്നത്.